ഒരു 10 വർഷം മുൻപാണ് ഒന്നാം ഇടതുപക്ഷ സർക്കാർ അധികാരമേൽക്കുന്നതിന് 1.5 വർഷം മുൻപുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരം വായിക്കാം. വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും നിലവാരം ഉയർത്താനും ശ്രമിക്കുന്നതിന് പകരം ബ്ലാക്ക് ബോർഡുകൾക്ക് പച്ചയടിക്കാൻ നടക്കുന്ന സർക്കാർ നടപടി അപഹാസ്യമാണ്. വിദ്യാഭ്യാസ രംഗത്തെ സാഫ്രണൈസേഷൻ കാവ്യടിക്കലിനോട് വർഗീയമായ ഒരു ചേർത്തുവെക്കലിൽ ഒരു ബാലൻസിംഗ് ആക്ടിൽ ലോകത്തെല്ലായിടത്തുമുള്ള പച്ചബോർഡിലെ പ്രതിഷേധം ഒരു കമ്മ്യൂണൽ ചർച്ചയ്ക്കുള്ള ബോംബായിട്ട് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ. പച്ചക്കോട്ട്, പച്ചബോർഡ് എന്നൊക്കെ ഉള്ളുതൊലിക്കും മട്ടിൽ രാഷ്ട്രീയ കാമ്പ് തീണ്ടാത്ത വിയോജികൾക്കപ്പുറം ഒന്നും രണ്ടും ഇടതുപക്ഷ സർക്കാരുകൾക്ക് മുന്നേ കണ്ട അസംഖ്യം സമരങ്ങൾ, സമര പരമ്പരകൾ, ഹർത്താലുകൾ കേരളം ഓർമ്മയുടെ അഗണ്യകോണിൽ തള്ളിയിട്ടുണ്ടോ? മറക്കാവതാണോ? ഒടുവിൽ ഒരു കേന്ദ്ര ഏജൻസി പോലും കീറക്കടലാസിന് വില കൽപ്പിക്കാത്ത ആരോപണ കൊഴുപ്പിൽ അക്ഷരാർത്ഥത്തിൽ ഭരണത്തിന് വിലങ്ങിട്ട് അടുത്തകാല ചരിത്രത്തിൽ ആളിരമ്പിയൊരു സഡൻ ബ്രേക്ക് ഇട്ട മട്ടിൽ എന്തിനെന്നറിയാതെ പിരിച്ചുവിട്ടൊരു സോളാർ സമരകാലം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ബജറ്റ് വിറ്റ് കാശുണ്ടാക്കിയ ഒരു അധമ ധനമന്ത്രി കോഴമാണി എന്നൊക്കെ പിന്നീടങ്ങ് വിഴുങ്ങിയ അധിക്ഷേപ വർത്താനങ്ങളിൽ അപക്വമതികളായ കുട്ടികൾ പോലും കാണിക്കാത്ത മട്ടിൽ സഭയ്ക്കുള്ളിൽ മുണ്ടും മടക്കിക്കുത്ത് ലോകത്തിന് മുന്നിൽ നാണം കെടുത്തൽ, കല്ലെറിഞ്ഞും ഒരു മുഖ്യമന്ത്രിയോട് നെറ്റിപൊട്ടിച്ച അക്രാമകം, ചോരപ്പെരുക്കം, തെരുവ് യുദ്ധങ്ങൾ, കലാപകാലങ്ങൾ ഒക്കെ കഴിഞ്ഞ് അധികാരത്തിലേക്ക് എത്തി അതൊരു തുടർച്ചയുണ്ടായപ്പോൾ സമരങ്ങളുടെ അപ്പോസ്തലന്മാർക്ക് സമരങ്ങളോട് അങ്ങേയറ്റം വെറുപ്പാണ്. ആഭാസവാക്കുകളിൽ പരപ്പുച്ഛമാണ്. വിയോജിപ്പുകളുടെ രാജ്യാവശ്യങ്ങളുടെ നിരാകരണ മുഖപ്രസംഗത്തിൽ പാർട്ടിപത്രം തലക്കെട്ടിൽ വെണ്ടയ്ക്കാൻ നിരത്തുന്നു. മരണവ്യാപാരികളുടെ ആഭാസ നൃത്തം. ഈ നാടിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെയുള്ള മുദ്രാവാക്യത്തിൽ ആരും രാജിവെച്ചിട്ടില്ലെന്നും ആ രാജ്യാവശ്യം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമൊന്നും അറിയാത്തവർക്കല്ല വാക്കുകൾ കൊണ്ട് വെർബൽ ഡയറിയ. ഏതൊക്കെ ക്യാപ്സ്യൂളിൽ എന്തൊക്കെ PR പണി നടത്തിയാലും അരിയാഹാരം കഴിക്കുന്നവർക്ക് ബോധ്യമുള്ളതാണ്. ഒന്നല്ല 2 മന്ത്രിമാർ കോട്ടയത്ത് അനാസ്ഥയുടെ ആ കോൺക്രീറ്റ് കൂമ്പാരത്തിന് മുന്നിൽ നടത്തിയത് ജീവൻ രക്ഷാ ദൌത്യമല്ല, ഐവാഷാണ്, കപ്പൽ രക്ഷാ ദൌത്യം. ആ മന്ത്രിമാർ അവിടെ നിൽക്കുമ്പോൾ ഒരു കൽക്കൂമ്പാരത്തിന് താഴെ നെഞ്ചാങ്കൂട് തകർന്ന് തലച്ചോറ് പുറത്തായി ഒരു അത്താഴപ്പട്ടിണിക്കാരി ചിതറിവാരി കിടന്നിട്ട് വായും പൂട്ടി വാലും ചുരുട്ടി പുനത്തിൽ കയറിയിരിക്കാനും മാത്രം ഈ സമര കേരളം വന്ധ്യംകരിക്കപ്പെട്ടെന്ന് വരിയുടെ ചടിമക്കൂട്ടങ്ങളായെന്നാണ് അധികാരവർഗം എന്നിവയുടെ ധാരണയെങ്കിൽ തെറ്റാണ്. അർബൻ നക്സൽ മോഡൽ അസംബന്ധമാണ്. ആ മരണം അത് മന്ത്രി ഒന്ന് ഉരുട്ടിയിട്ടതല്ലോ എന്നൊരു നേതാവിന് ഇൻസെൻസിറ്റീവ് വായാടുത്തം കേട്ടിട്ടും ആ പാവം ജീവന്റെ നീതി ആവശ്യപ്പെട്ടുള്ള വിയോജിപ്പുകൾ, സമരങ്ങൾ, കരിങ്കൊടികൾ വല്ലാതങ്ങ് പൊള്ളിക്കലാണെങ്കിൽ സമരങ്ങളുടെ ഭൂതകാലങ്ങൾ, വിളിച്ച മുദ്രാവാക്യങ്ങളൊക്കെ മറന്ന് അധികാരവർഗമായി ഗ്രേഡ് മാറ്റം വന്ന സമരപ്പാർട്ടിക്ക് എന്തു കണ്ടാലും ചത്ത പോലെ കിടക്കുന്ന ഏറാൻമൂൾ കൂട്ടങ്ങളാണ് ആഗ്രഹമെങ്കിൽ ആഗ്രഹം അട്ടത്തുവെക്കലാണ് നല്ലത്. ആ പാർട്ടി വിരട്ടും പാർട്ടി പത്രത്തിന്റെ സമരവിരുദ്ധ കൊട്ടേഷനും അങ്ങ് പള്ളി പറ. പ്രിയ പ്രേക്ഷകർക്ക്